ഹായ് ഓൾ എവ്രി വൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായ പരിപാടികളാട്ടോ. അങ്ങനെ ചായക്ക് വേണ്ടിയിട്ട് വെള്ളവും പാലും 2 ഏലക്കായൊക്കെ ഇട്ടിട്ട് വെച്ചു. പിന്നെ ഇവിടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചായ വെക്കുമ്പോൾ തന്നെ ചായപ്പൊടി ഇടണം കേട്ടോ, എന്നാൽ ഈ തിളയ്ക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് വരുള്ളൂ. അങ്ങനെ ചായയൊക്കെ വെച്ച് ഞാൻ ബാൽക്കണിയിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ പിള്ളേർ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരൊരു 4-4:30 ആകുമ്പോൾ തുടങ്ങുന്ന കളി എന്ന് പറയുന്നത് പാതിരാത്രി വരെ കളിച്ചുകൊണ്ടിരിക്കും. കുട്ടിക്കതായിരിക്കുമല്ലോ ഇഷ്ടം. പിന്നെ ചായയിൽ പഞ്ചസാര ഇട്ടു പക്ഷേ ഞാൻ ഒരുപാട് ചായയിൽ ഷുഗറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തോ നടന്നിട്ടില്ല. കുറച്ച് കാലമൊക്കെ നടന്നു, എന്നാലും എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കാൻ തോന്നും പഞ്ചസാര ഇട്ടിട്ട്. അങ്ങനെ രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് ചായ എനിക്ക് മസ്റ്റാണ്. അത് നല്ല കടുപ്പത്തിലുള്ള ചായ കുടിക്കാനാട്ടോ എനിക്കിഷ്ടം. പിന്നെ ഇങ്ങനെ ആറ്റി നല്ല പതയൊക്കെ വന്നിട്ടുള്ള ചായ കുടിക്കാനാണ് ഇഷ്ടം. പക്ഷെ നോർമലി ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, ഫ്രഷ് ആയിട്ട് കുടിക്കാൻ എനിക്ക് പറ്റാറില്ല. അപ്പോഴത്തേക്കും വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് ഞാൻ പോവും. പിന്നെ ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് റസ്ക്കും ചിപ്സൊക്കെയാണ്. ഈ ചിപ്സിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ എടുത്തപ്പം എല്ലാം താഴെ പോയിട്ടോ. അങ്ങനെ അതെല്ലാം പെറുക്കി താഴെ വീണതൊക്കെ അടിച്ചു വാരി കളഞ്ഞ് അവർക്ക് ചായ കൊടുത്തു. അപ്പോഴത്തേക്ക് എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് 5:30 ഫിനിഷ് ആക്കുകയും വേണം. അപ്പം ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് ചായ കുടിക്കാനോ എന്ന് വെച്ചിട്ട് ആദ്യം വർക്ക് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇവിടെ. ഫാൻ ഇട്ടിട്ടും ഒന്നും ചൂടിന് ഒരു കുറവില്ല. അങ്ങനെ പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ ഇവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പാറുക്കുട്ടിക്ക് എന്ത് കഴിക്കാൻ കൊടുത്താലും അതിൽ പകുതിയിൽ കൂടുതൽ നിലത്താണ്ടാവുക. അങ്ങനെ ഞാനും ഇവരെ ജോയിൻ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ടൈമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടും കുറേ പണികളുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ ഒരു രസമാണ്. പിന്നെ ഉച്ചയ്ക്ക് മുതലുള്ള പാത്രങ്ങൾ ഞാൻ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. വർക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈവനിങ് ആണ് ഞാനതെല്ലാം ചെയ്യാറ്. ഈ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കിയിടും. പിന്നെയും കുറച്ച് കഴിയുമ്പം പിന്നെയും അതങ്ങനെ തന്നെ ആവും കേട്ടോ. അങ്ങനെ ഏട്ടനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈലിലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഓൾ.